പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. യേശുവിൻ കൂടെയുള്ള യാത്ര ആനന്ദമേ, ആത്മാവോട് ചേർന്നിരുന്നാൽ ഭയമില്ലയേ. അൻപീറുന്ന കൈകളാൽ അത്ഭുതമായി നടത്തിടും മാധുര്യമേറും മൊഴികളാൽ തൻ സ്നേഹം എന്നോട് പങ്കുവയ്ക്കും. ഒറ്റയ്ക്കു വീടുകയില്ല, മടുത്തു മാറുകയില്ല. ഒറ്റയ്ക്കു വീടുകയില്ല, മടുത്തു മാറുകയില്ല. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. അന്ത്യം വരെ ആ ചുടുമതി യേശുവിൻ്റെ കൂടെ മതി. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 സെപ്റ്റംബർ മാസം 8-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ശത്രു നിന്റെ മേൽ വെച്ച നുകത്തെ അഴിച്ചു കളയുക. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിലേക്ക്. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്ന് നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മെ കേൾപ്പിച്ച അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ നാം ചിന്തിക്കുന്നത് ശത്രു നമ്മുടെ മേൽ വെച്ചിരിക്കുന്ന നുകത്തെ അഴിച്ചു കളയുക എന്നുള്ളതാണ്. വിശ്വസിക്കുന്നവരാണെങ്കിൽ വായിച്ചു കേട്ട വാക്യത്തിനകത്ത് അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകുമെന്നാണ് മലയാളത്തിൽ വരുന്നത്. ഇംഗ്ലീഷിൽ അനോയിന്റിങ് നിമിത്തം യോക്ക് തകർന്നു പോകുമെന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ അഭിഷേകത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ മേളിൽ നിൽക്കുന്ന നുകങ്ങൾ തകരാൻ പോകുന്നു. ശത്രു നാളുകളായി നിങ്ങളെ മുമ്പോട്ട് വിടാത്ത രീതിയിൽ, എന്നെ കേൾക്കുന്നവരെ, നുകം ഒരാളുടെ മേളിൽ വന്നാൽ അവൻ്റെ വേഗത കുറയുന്നത് കാണാൻ പറ്റി. ആഗ്രഹിച്ച നിലയിൽ കാര്യങ്ങൾ സാധിക്കാതെ വേഗത കുറഞ്ഞ് ജീവിതത്തിൽ എവിടെയോ ഒതുങ്ങുന്ന അനുഭവത്തിൽ അല്ലെങ്കിൽ തളർന്നു പോകുന്ന അനുഭവത്തിലേക്ക് വരുന്നത് കാണാൻ പറ്റും. പക്ഷേ നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ, ആത്മാവിൽ നിങ്ങൾ ആരാധിക്കുന്നവരാണെങ്കിൽ, പൗലോസും ശീലാസും കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി, ഒന്നുകൂടെ പറഞ്ഞാൽ കാലുകൾ ആമത്തിലിട്ട് പൂട്ടി അവർ ബന്ധിക്കപ്പെട്ടവരായി കിടക്കുമ്പോൾ ആ രാത്രിയിൽ അവർ ആത്മാവിൽ ആരാധിച്ചു. അവർ ദൈവത്തെ പാടി സ്തുതിച്ചു. ആ സ്തുതിക്കുന്ന സമയത്ത് ദൈവശക്തി ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി അവർ നിമിത്തം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ബന്ധിക്കപ്പെട്ടവരും മുഴുവൻ ചങ്ങലകളും അഴിഞ്ഞു വീണതായി കാണുന്നു. എന്നെ കേൾക്കുന്നവരെ, ആത്മാവിൽ ആരാധിക്കുന്ന, ആത്മനിറവിൽ ചലിക്കുന്ന നിന്റെ മേളിൽ ഈ പ്രഭാതത്തിൽ നുകങ്ങൾ തകരാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന ഓരോ ദൈവമക്കളും തിരിച്ചറിയേണ്ടത്, നിന്റെ കഴുത്തിൽ ശത്രു വെച്ച നുകം അഭിഷേകത്തിൻ്റെ ശക്തിയാൽ തകർന്നു പോകും. ഒന്നുകൂടെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവമക്കളോട് ഞാൻ ഈ പദം പറയുന്നത് ശ്രദ്ധിക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മക്കയറുകളെ അഴിക്കുക, പീഡിതരെ സ്വതന്ത്രമായി വിട്ടയക്കുക, എല്ലാ നുകത്തെയും തകർക്കുക. ഇതല്ലോ എനിക്കിഷ്ടമുള്ള ഉപവാസം. ഉപവാസത്തിൽ സംഭവിക്കുന്ന ഒരാഴം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുകത്തിൻ്റെ അമ്മക്കയറുകളെ അഴിക്കുക. എന്നെ കേൾക്കുന്നവരെ, അന്യായമായി ശത്രു കെട്ടിയിരിക്കുന്നതിനെ
നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ അഴിക്കാൻ കഴിയും. ഈ പ്രഭാതത്തിൽ വ്യക്തതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവെ, എന്നെ മുമ്പോട്ട് വിടാത്ത, എൻ്റെ ജീവിതത്തിനകത്ത് ഭാരമായി ശത്രു വെച്ചിരിക്കുന്നത് ചിലവരെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ആ വീട്ടിലെ മൂത്തവരാണെങ്കിൽ, അതേപോലെ ആ വീട്ടിൻ്റെ ഭാരം ചുമക്കുന്നവരാണെങ്കിൽ അവർക്ക് നല്ല ഉറക്കമോ അവർക്ക് നല്ലൊരു ജീവിതവും ലഭിക്കത്തില്ല. കാരണം എന്നും പ്രതികൂലത്തിലും എന്നും ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഭാരവും ശത്രു വെച്ചിട്ട് അവർ വല്ലാതെ ജീവിച്ചു തീരുന്നത് പോലുള്ള അനുഭവങ്ങളുണ്ട്. പ്രത്യേകിച്ച് മൂത്ത മക്കളാണെങ്കിൽ ഇളയ മക്കളുടെ വിവാഹത്തിന് വേണ്ടിയും ആ വീട്ടിലൊരു നല്ല ഭവനത്തിന് വേണ്ടിയൊക്കെ കടബാധ്യതകളും ലോണും ഒക്കെ എടുത്ത് കുഴഞ്ഞ ഒത്തിരി പേരിനെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കാമെങ്കിൽ നിങ്ങളുടെ ദൈവം സ്വതന്ത്രമാക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേളിൽ ശത്രു വെച്ചിരിക്കുന്ന നുകത്തെ അഭിഷേകത്തിൽ നിങ്ങൾക്ക് തകർക്കുവാൻ കഴിയും. ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. ഈ കെട്ടഴിഞ്ഞാൽ നുകം തകരുന്നത് കാണാൻ പറ്റും. നുകത്തെ നമുക്ക് കുടഞ്ഞു കളയാൻ പറ്റും. ഉൽപ്പത്തി പുസ്തകം 27-ാം അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ, നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുമ്പോൾ നീ അവൻ്റെ നുകം കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയും. ഈ വാക്കുകൾ ഇസഹാക്ക് ഏശാവിനോട് പറയുന്ന പദങ്ങളാണ്. താൻ തൻ്റെ വാക്കിനകത്ത് ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുകയും അനുഗ്രഹം നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന അനുഭവത്തിനകത്ത് ഇതാ ഇസഹാക്ക് ഏശാവിനോട് പറയുകയാണ്, നിന്റെ വാളുകൊണ്ട് നീ ഉപജീവിക്കും, നിന്റെ സഹോദരനെ നീ സേവിക്കും, നിന്റെ കെട്ടുകൾ അഴിഞ്ഞു പോകുമ്പോൾ അവൻ്റെ നുകത്തെ നിനക്ക് കഴുത്തിൽ നിന്ന് കുടഞ്ഞു കളയാൻ കഴിയും. എന്നെ കേൾക്കുന്നവരെ, കെട്ടുകൾ അഴിഞ്ഞാൽ ചില നുകങ്ങളെ നിഷ്പ്രയാസം കുടഞ്ഞു കളയാൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നവർക്കറിയാം, മുമ്പോട്ട് പോകാൻ പറ്റാത്ത ചില അനുഭവങ്ങൾ, എന്നും ഭാരം ചുമക്കുന്നവർ, ജോലിയിലാണെങ്കിൽ ഒരു ജോലി കയറ്റമില്ലാതെ, കുടുംബത്തിലാണെങ്കിൽ ഒരു സമാധാനമില്ലാതെ, തലമുറകൾക്ക് ഉയർച്ചയില്ലാതെ, എല്ലാ ദിവസവും കടവും ഭാരവും രോഗവും ഒക്കെ ആയിട്ട് നിൽക്കുന്ന അനേകരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു സീസൺ തിരിയാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് കെട്ടഴിയുന്നു മനസ്സിലായാൽ നുകത്തെ കുടഞ്ഞു കളയാൻ പറ്റും. ആത്മാവിൽ ജ്വലിക്കാൻ പറ്റുമെങ്കിൽ, അഭിഷേകത്തിൽ കത്താമെങ്കിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വെളിപ്പെട്ടതുപോലെ നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ന്യായാധിപന്മാരുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം, അവൻ ലേഹയിൽ എത്തിയപ്പോൾ ഫെലിസ്ത്യർ അവനെ കണ്ടിട്ട് ആർത്തു. അപ്പോൾ യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു. അവൻ്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ് ചണനൂല് പോലെയായി. അവൻ്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ മേളിൽ കെട്ടിയിരുന്ന കെട്ടുകൾ, ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോകുന്നത് പോലെ, കരിഞ്ഞു പോകുന്നത് പോലെ ഈ സമയത്ത് അഭിഷേകത്തിന് വേണ്ടി വില കൊടുക്കുന്നവർ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ എഴുന്നേൽക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് വർഷങ്ങൾ ശത്രു വെച്ച, ഒന്നുകൂടെ ഞാൻ പറയാം, നുകത്തിൻ്റെ ഏറ്റവും വലിയ ആഴമെന്ന് പറയുന്നത് നിങ്ങളെ അടിമത്വത്തിലേക്ക് വരുത്തുകയാണ്. ശത്രു നിങ്ങളുടെ മേലിൽ ജയം പറയുക എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നടക്കാതെ നാളുകളായിട്ട് ഏതോ ഒന്നിനകത്ത് കീഴ്പ്പെട്ട് ജീവിച്ചു തീരുന്ന അനുഭവത്തിനകത്തുനിന്ന് ഇന്ന് പകൽ അഭിഷേകം നിന്റെ തലയെ ഉയർത്താൻ പോവുകയാണ്. അഭിഷേകം നിന്റെ മേളിൽ പുത്തനായി ചിലതിനെ വെളിപ്പെടുത്താൻ പോവുകയാണ്. 92-ാം സങ്കീർത്തനം 10-ാമത്തെ വാക്യത്തിലേക്ക്, എങ്കിലും എൻ്റെ കൊമ്പ് നീ കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും, പുതിയ എണ്ണ എന്നെ തേപ്പിക്കുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ, കർത്താവെ, കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലെ എൻ്റെ തല ഉയർത്തുന്ന പുതിയ എണ്ണ, പുതിയ അഭിഷേകം എൻ്റെ മേളിൽ പകർന്നുകൊണ്ട് എൻ്റെ ജീവിതത്തിനകത്തൊരു മുന്നേറ്റത്തെ തരുന്നതിനായി ഞാൻ ഈ പ്രഭാതത്തിൽ ദൈവത്തിന് നന്ദി പറയുകയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇനി ശത്രുവിനെ നിന്നെ അടിമപ്പെടുത്താത്ത വണ്ണം നിൻ്റെ മേളിൽ നിൽക്കുന്ന നുകത്തെ ദൈവം ഒടിച്ചു കളയാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്ന് ലേവ്യ പുസ്തകം 26-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യത്തിലേക്ക്, നിങ്ങൾ മിസ്രൈമ്യർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ യഹോവ ഞാനാകുന്നു. ഞാൻ നിങ്ങളുടെ നുകങ്ങളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു. നിങ്ങൾ മിസ്രൈമ്യർക്ക് അടിമകളാകാതിരിക്കാൻ നിങ്ങളെ മിസ്രൈമ്യരുടെ ദേശത്തു നിന്ന് കൊണ്ടുവന്ന ദൈവം ഞാനാകുന്നു യഹോവ. ഞാൻ നിങ്ങളുടെ നുകങ്ങളെ ഒടിച്ച് നിങ്ങളെ നിവർന്ന് നടത്തുമാറാക്കും. എന്നെ കേൾക്കുന്നവരെ, തല ഉയർത്തുന്ന അഭിഷേകം, നിവർന്ന് നടത്തുമാറാക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി ഇതാ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് വരികയാണ്. ആത്മാവിൽ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും? ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും. ഒരു സൈനാണ് നിങ്ങളോട് പറയുന്നത്. എല്ലാത്തിനകത്തും വിചാരപ്പെടുന്ന അല്ലെങ്കിൽ ഭാരപ്പെടുന്ന ഒരു അനുഭവം ഈ പ്രഭാതത്തിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആ നുകത്തെ തകർക്കണം. കാരണം ദൈവത്തിനോട് അടുക്കുന്നവന്
ദൈവം കരുതുന്നവനാണെന്ന് വലിയ ബോധ്യം വെളിപ്പെട്ടു വരും. അവൻ്റെ ജീവിതത്തിനകത്ത് പ്രതികൂലം ഇല്ലെന്നല്ല, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ അവൻ ദൈവത്തെ ഉയർത്തും. എൻ്റെ ദൈവം ഇതിനകത്ത് എന്നെ സഹായിക്കും, എൻ്റെ ദൈവം എന്നെ ഇതിനകത്ത് വിടുവിക്കുമെന്ന് പറയും. കാരണം അവൻ ശത്രുവിനെ ഉയർത്തുന്നവനായിരിക്കത്തില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ ജീവിതം. നിങ്ങളെല്ലാത്തിനകത്തും ഭാരപ്പെടുന്നവരാണെങ്കിൽ, തലമുറയുടെ വിഷയം, സാമ്പത്തിക വിഷയം, ശാരീരികമായ രോഗത്തിൻ്റെ അനുഭവത്തിൽ, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങളെ ഭരിക്കുന്ന ഒരു അനുഭവത്തിലാണെങ്കിൽ നിങ്ങളേതോ നുകത്തിൻ്റെ കീഴിലാണ്. അതിനെ പൊട്ടിച്ചുകൊണ്ട് ഈ പകൽ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അടുക്കാൻ തയ്യാറാകണം. അങ്ങനെ അടുക്കുന്നവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ഒരു നുകത്തിൻ്റെ കൈമാറ്റം സംഭവിക്കും. അവർക്ക് സമാധാനവും അവർക്ക് സന്തോഷവും ദൈവം പകരും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28, 29, 30 വാക്യങ്ങൾ വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 29-ാമത്തെ വാക്യം, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവൻ ആകയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. നിങ്ങൾ ശ്രദ്ധിച്ച് 28, 29 വാക്യങ്ങൾ ശ്രദ്ധിക്കാമെങ്കിൽ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും, ഈ ഭാരം നമ്മുടെ മേലിൽ വന്നാൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല. നമ്മുടെ ജീവിതത്തിനകത്ത് എന്നും കണ്ണുനീരും പ്രശ്നമായിരിക്കും. പക്ഷേ കർത്താവ് പറയാണ്, ആ ഭാരം ചുമക്കുന്നവർ, അധ്വാനിക്കുന്നവർ എൻ്റെ അടുക്കലേക്ക് വരണം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നാൽ, ദൈവത്തിൽ ഒരാൾ ജീവിക്കാൻ തുടങ്ങിയാൽ ഈ ലോകത്തിലെ ഭാരങ്ങൾക്ക് അവനെ ജയിക്കാൻ കഴിയത്തില്ല. അവൻ ആശ്വാസത്തിലായിരിക്കും ജീവിക്കുന്നത്. ഒരുമിച്ച് എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് ദാവീദ് പറഞ്ഞ പദം ഞാൻ നിങ്ങൾ പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുവരത്തില്ല. നമ്മളെ കുറവുകളില്ലാതെ മുമ്പോട്ട് നടത്താൻ നമ്മുടെ ദൈവശക്തനാണ്. 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ ഒന്നിനും കുറവില്ലാതെ നടത്തിയ ദൈവം അവൻ്റെ മഹത്വത്തിൽ നിന്നെ നടത്താൻ പോവുകയാണ്. കർത്താവിൻ്റെ അടുക്കലേക്ക് വരാൻ പറ്റുമെങ്കിൽ 91-ാം സങ്കീർത്തനം 14-ാമത്തെ വാക്യം പറയുന്നു, അവൻ എന്നോട് പറ്റിയിരിക്കൽ ഞാൻ അവനെ വിടുവിക്കും, അവൻ്റെ നാമത്തെ അറിയാൽ ഞാൻ അവനെ ഉയർത്തും. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ചില നുകങ്ങളെ പൊട്ടിച്ചുകൊണ്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് വരുന്നവർ ആശ്വാസത്തിൻ്റെ നുകം, സൗമ്യതയുടെ നുകം, ഭാരങ്ങൾ കുറയുന്ന അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് ഒരു കൈമാറ്റം ഉണ്ടാകും. കാരണം എൻ്റെ കർത്താവ് ആശ്വസിപ്പിക്കുന്നവനാണ്. 30-ാമത്തെ വാക്യം വലിയ ആഴമാണ്. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിച്ചോ. എൻ്റെ മുഖം മൃദുവും എൻ്റെ ചുമട് ലഘുവാകുകയാണ്. കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവന് ഭാരമോ പ്രയാസമില്ല, നാളെക്കുറിച്ചുള്ള വിചാരമില്ല. താൻ വാഴുകയാൽ എനിക്ക് ആകുലതകളില്ല. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ യേശു ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ജീവിക്കുന്നു എന്നുള്ള വലിയ ആഴം ചിലവർ മനസ്സിലാകും. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വീകരിച്ചോ. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവ കളപ്പുരയിൽ കൂട്ടിവെക്കുന്നില്ല, എങ്കിലും സ്വർഗസ്വനായ നിങ്ങളുടെ പിതാവ് അവയെ പോറ്റിപ്പുലർത്തുന്നു എങ്കിൽ അവയേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരല്ലോ, നിങ്ങൾ വിലയുള്ളവരല്ലോ. വിലയുള്ളവർ എൻ്റെ കൂടെ ചേർന്ന് കർത്താവിൻ്റെ അഭിഷേകത്തെ ചുമക്കാൻ, ദൈവികമായ നന്മകളെ പ്രാപിപ്പാൻ, ശത്രുവിൻ്റെ മുഖത്തെ നീക്കാൻ നിങ്ങൾ തയ്യാറാകുക. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, അന്യായ മുഖങ്ങളെ, അന്യായ ബന്ധനങ്ങളെ അഴിക്കുവാൻ, ശത്രു ഞങ്ങളുടെ മേലിൽ വെച്ച ഭാരത്തെ നീക്കാൻ ഈ പ്രഭാതത്തിൽ ദൈവം ഞങ്ങളോട് പറയുന്നതുകൊണ്ട് ഞങ്ങൾ കർത്താവിനോട് ചേർന്ന് ആ അഭിഷേകത്തിൽ ജ്വലിക്കുവാൻ, ദൈവപ്രവർത്തികളെ ഈ പകൽ ഞങ്ങൾക്ക് സാധിപ്പിക്കുവാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമേ. യേശുവെ, അങ്ങയുടെ തിരുക്കരത്തിൽ ഏൽപ്പിക്കുന്നു. ഒരത്ഭുതം ചെയ്യണമേ അപ്പ. ഈ പകൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. സ്വർഗം അത് ചെയ്യുന്നതിനായി നന്ദി. വലിയ ദൈവപ്രവർത്തിക്കായി സ്തോത്രം. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക്, ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. നിങ്ങൾ കടന്നു വരണം. വേഗത്തിൽ ഈ സൂം ഐഡികൾക്ക് വേണ്ടി, പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി വിളിക്കാൻ പറ്റുമെങ്കിൽ വിളിക്കണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.